ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു ഫ്ലവർ വേസിന്റെ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു വേസാണിത്. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിന്റെ റോളാണ്. അതില്ലാത്തവർക്ക് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഒരു 5-6 എടുത്ത് ഇതുപോലെ ആക്കി ഒട്ടിച്ചെടുക്കാം. അതുപോലെ PVC പൈപ്പിലും ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സിമെന്റ് കൂടെ വേണം. ഒരു 6 സ്പൂൺ വൈറ്റ് സിമെന്റ് ആണ് വേണ്ടത്. ഞാനിവിടെ മെഷർമെന്റ് ഒന്നും എടുത്തിട്ടില്ല, ഏകദേശം ഒരു ഐഡിയയിൽ എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വാട്ടർ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വാട്ടറി ആയി പോകരുത്. ഒരു ഇഡ്ലി മാവിന്റെ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇനി നമ്മുടെ ബേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് സിമെന്റ് ആണ്, കൈ പൊള്ളും. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ടിട്ടോ വേണം ചെയ്യാൻ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ മിക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മിക്സ്ചർ മുഴുവൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരയിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ മിക്സ്ചർ പെട്ടെന്ന് തന്നെ കട്ടിയാവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്യാവൂ. ഇതുപോലെ ഫോർക്ക് വെച്ച് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വരച്ചു കൊടുക്കുക. അപ്പൊ ഇത് നല്ലതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങണം. ഇത് ഉണങ്ങാൻ ഏകദേശം ഒരു 5 to 6 hours എടുക്കും. ഞാനിത് മുഴുവൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇതിപ്പോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു രാത്രി മുഴുവൻ വെച്ചിരുന്നു. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ വേണം. ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കൂർത്തിരിക്കുന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ആകുകയും ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ഉരച്ചെടുത്ത് കൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. ഡാർക്ക് ബ്രൗൺ അക്രിലിക് പെയിന്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വുഡിന്റെ എഫക്റ്റ് ഒക്കെ വന്നിട്ടില്ലേ? കളർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കാണുന്ന പോർഷൻസിലൊക്കെ കളർ ചെയ്ത് കൊടുക്കും. ഇത് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ആണ്. ഇത് വെച്ച് ഞാൻ ഫോർക്ക് വെച്ച് വരച്ച ഗ്യാപ്പിലൊക്കെ ബ്ലാക്ക് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെയിന്റിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? ഒരു വുഡിന്റെ എഫക്റ്റ് ഒക്കെ വന്നിട്ടില്ലേ? അപ്പൊ നമ്മുടെ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, bye from Solutions and Views. Thanks for watching this video.